പ്രാർത്ഥിക്കുന്ന സകല മനുഷ്യരുടെയും ആഗ്രഹമാണ് ദൈവം എന്നെ ഒന്ന് മാനിക്കണം എന്നുള്ളത്. ചില വിഷയത്തിൽ ദൈവം ഒരു മാന്യത തരണമെന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാത്ത ആരും തന്നെയില്ല. എന്തുകൊണ്ട് നാളിതുവരെയായിട്ടും ഒന്ന് മാനിക്കപ്പെടാൻ കഴിയുന്നില്ലെന്നൊരു ചോദ്യം മനുഷ്യ മനസ്സുകളിൽ കിടക്കുന്നുണ്ട്. നിങ്ങളുടെ ചോദ്യത്തിനുള്ള മറുപടി കർത്താവ് ഇന്ന് സംസാരിക്കുക. ശമൂവേൽ പ്രവാചകന്റെ 1-ാമത്തെ പുസ്തകം അതിന്റെ 2-ാമത്തെ അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യമാണ് നാം ധ്യാനിക്കുവാൻ പോകുന്നത്. അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്, എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും, എന്നെ നിന്ദിക്കുന്നവർ നിന്ദിതർ ആകും. ദൈവത്തിന് സ്തോത്രം. ഇവിടെ സർവശക്തനായ ദൈവം ഒരു വിഷയത്തോട് ബന്ധപ്പെട്ട് ശമൂവേലിനോടും കുടുംബത്തോടും പറയുകയാണ്, സ്തോത്രം, എന്നെ മാനിക്കുന്നവരെ മാത്രമേ ഞാൻ മാനിക്കത്തുള്ളൂ. കാരണം സർവശക്തനായ ദൈവം ഏലിയുടെ കുടുംബത്തോട് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ആ വാക്യത്തിന്റെ ആദ്യ ഭാഗം മുതൽ ദൈവത്തിന് സ്തോത്രം നമുക്ക് പഠിക്കുമ്പോൾ കാണാം, നിന്റെ ഭവനവും നിന്റെ പിതൃഭവനവും എന്റെ സന്നിധി നിത്യം പരിചരിക്കുമെന്ന് ഞാൻ കൽപ്പിച്ചിരുന്നു. നിശ്ചയം ദൈവം ഏലിയോട് പറഞ്ഞിരുന്നു, നിന്റെ കുടുംബം എന്റെ സന്നിധിയിൽ ശുശ്രൂഷിക്കുമെന്ന് ദൈവം പറഞ്ഞിരുന്നു. ആ പറച്ചിലിന് ഒരു മാറ്റവുമില്ല. അടുത്തോടെ കേട്ട്, ഇപ്പോഴോ യഹോവ അരുളി ചെയ്യുന്നു, അങ്ങനെ ഒരിക്കലും ആകയില്ല. അതിന്റെ കാരണം എന്താണ്? സ്തോത്രം. ഏലിയുടെ കുടുംബം നിത്യം ദൈവസന്നിധി ശുശ്രൂഷ ചെയ്യുമെന്ന് ഏലി പുരോഹിതനോട് സർവശക്തനായ ദൈവം പറഞ്ഞപ്പോഴും ഏലിയുടെ മക്കൾ ദൈവത്തിന്റെ വഴികൾ വിട്ടു നടക്കാൻ തുടങ്ങി. ദൈവിക ശുശ്രൂഷകൾ വേറൊരു വഴിയിലേക്ക് തിരിഞ്ഞപ്പോൾ ദൈവം പറയുക, അങ്ങനെ ഒരിക്കലും ആകയില്ല. ആരെന്നെ മാനിക്കുന്നുണ്ടോ അവരെ എല്ലാം ഞാൻ മാനിക്കും. ദൈവത്തെ ആര് മാനിക്കുന്നുണ്ടോ, കൊടുക്കേണ്ട മാന്യത ദൈവത്തിന് കൊടുത്താൽ, മാനിക്കേണ്ടതുപോലെ ദൈവത്തെ മാനിച്ചാൽ നീയും ദൈവത്താൽ മാനിക്കപ്പെടും. സ്തോത്രം. ധനികയായ ഒരു സ്ത്രീയെ കുറിച്ച് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ പഠിക്കുന്നുണ്ട്. ആ ധനികയായ സ്ത്രീ എലീശാ പ്രവാചകൻ ആ വഴി വരുമ്പോൾ നിർബന്ധിച്ച ആ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ കയറ്റി. അവിടെ വീടിനകത്ത് ധനം കൊണ്ട് നേടാൻ കഴിയാത്ത ഒരു പ്രശ്നമുണ്ടായിരുന്നു. ധനം നല്ലതാണ്, പക്ഷെ ധനം എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമല്ല. അവിടെ ഭർത്താവിനോട് പറഞ്ഞ് ആ വീടിനോട് ചേർന്നൊരു മാളിക മുറി പണിത് കൊടുക്കുകയാണ്. ആ മുറിക്കകത്ത് ആവശ്യമുള്ളതെല്ലാം അവള് വാങ്ങിയിടുകയാണ്. അവിടെ വീടിനകത്ത് ഈ ധനം കൊണ്ട് പരിഹരിക്കാൻ കഴിയാത്തൊരു പ്രശ്നം ദൈവത്തെ മാനിച്ചു എന്ന ഒറ്റ കാരണത്താൽ ദൈവം പരിഹരിച്ചു കൊടുത്തു. ഈ മെസ്സേജ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നീ ദൈവത്താൽ മാനിക്കപ്പെടാൻ സമയമായി. നമുക്കൊന്നിച്ച് കണ്ണുകളെ അടയ്ക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥനായ പിതാവേ, അങ്ങയെ മാനിക്കുന്ന നിന്റെ മക്കളെ മാനിക്കാമെന്ന് ഉറപ്പ് തന്ന ദൈവം, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിന്റെ നാമനിമിത്തം അവരെ ഒന്ന് മാനിക്കണമേ, അവരുടെ അവസ്ഥയ്ക്ക് മാറ്റം കൊടുക്കണമേ. നിന്റെ നാമം ചൊല്ലി അവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നീ ദൈവത്താൽ മാനിക്കപ്പെടാൻ സമയമായി. ഗോഡ് ബ്ലസ് യു.